السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد മാന്യ ശ്രോതാക്കളെ, ഞങ്ങളൊരു കൊച്ചു കഥാപ്രസംഗത്തിന് തുടക്കം കുറിക്കട്ടെ. നിങ്ങളുടെ ശ്രദ്ധയെ ചരിത്രം പോലും ഇതിഹാസം എന്ന് പേരിട്ട് വിളിച്ച നാട്ടിലേക്കും നാളിലേക്കും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. അതെ, ബത്ഹാഇന്റെ സൈകതട്ടിലേക്ക്, മക്കാ മരുഭൂമിയിലേക്ക്, പ്രവാചകന്റെ ആത്മീയ ഗന്ധം നിറഞ്ഞ ജൽസയിലേക്ക് ഞങ്ങൾ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് പ്രണയത്തിന്റെ ദാഹം. പ്രണയത്തിന്റെ ദാഹം. ഹംദും സ്വലാത്തും ചൊല്ലി പിരിശത്താൽ തുടങ്ങുന്നേ, അബൂബക്കർ സിദ്ദീഖോരെ ഖിസ്സയോതുന്നേ, ഹുബ്ബിലലിഞ്ഞുള്ള അനുരാഗ ഗീതം പാടുന്നേ, റബ്ബേ റഹ്മത്താൽ കൃപയാലേ കബൂലാക്കണേ കബൂലാക്കണേ. എന്തോ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. മക്കാം ശ്രീകൾ വീണ്ടും കഅബയിലേക്ക് കാത് കൂർപ്പിച്ചു വെച്ചു. പരിചയമുള്ള ശബ്ദമാണല്ലോ. അതെ, അബൂബക്കർ തങ്ങളുടെ ശബ്ദം. ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. മരുഭൂവിനെ മാറ്റി വിളിച്ച ആ മഹാമുഴക്കം പ്രതിധ്വനികളായി പ്രകമ്പനമുണ്ട്. പ്രവാചകന്റെ പ്രബോധന ചരിത്രത്തിൽ ആദ്യമായി വിശുദ്ധ ദീന്റെ പരസ്യ പ്രഖ്യാപനം. അത് കേട്ട് മണ്ണും വീണ്ടും പുളകിതമായി. പക്ഷേ മക്കാം ശ്രീങ്ങൾക്ക് സഹിച്ചില്ല. അവർ കാട്ടുകടന്നലുകൾ പോലെ കൂടിളകി വന്നു. ഉത്തുബ റബീഅയാണ് മുമ്പിലുള്ളത്. ക്രൂരനായ ഉത്തുബ തന്റെ ചെരുപ്പൂരി കയ്യിൽ പിടിച്ചിട്ടുണ്ട്. മതയാനെ പോലെ അബൂബക്കർ തങ്ങൾക്ക് ചേറിയെടുത്ത് ശക്തമായ മർദ്ദനം തുടങ്ങി. അടിയേറ്റ അബൂബക്കർ തങ്ങൾ നിലത്തോട്ട് മാരകമായ പ്രഹരത്തിൽ ബോധം നഷ്ടപ്പെട്ടു. മൂക്കിൽ നിന്നും ധാരധാരയായ രക്തമൊഴുകുന്നു. അടിയേറ്റ് അബൂബക്കർ തങ്ങളുടെ മുഖം ആകെ വികൃതമായിട്ടുണ്ട്. പക്ഷേ ഉത്തുബ അബൂബക്കർ തങ്ങൾ വിടുന്നില്ല. വിരമറിഞ്ഞ സിദ്ദീഖിന്റെ കുടുംബം ബനു തൈം ഓടിയെത്തി. അവർ അട്ടഹസിച്ചു, ഉത്തുബ, അബൂബക്കറിന് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെയും മുമ്പിൽ ഞങ്ങൾ ബാക്കി വെച്ചേക്കില്ല. അങ്ങനെ രക്തമിൽ കുതിർന്ന സിദ്ദീഖോരവർ ഹളറത്തിൽ കണ്ടു ഉമ്മുൽ ഖൈറവർ തളർന്നു സവീദത്തിൽ. ആറ്റലാം പൂമോനെ ഹുതുബ തല്ലി വീഴ്ത്തിയല്ലോ, കണ്ടു നിൽക്കാനാവതില്ല ഉമ്മയാണഞ്ഞല്ലോ. സിദ്ദീഖിന്റെ നിശ്ചലമായ ശരീരം ചുമന്നു വരുന്ന ഉമ്മുൽ ഖൈർ അന്താളിച്ചു പോയി. മോനെ ഉരുടരുന്ന ശബ്ദത്തോടെ കേട്ടി വിളിച്ചു. ദുഃഖം അലത്തിൽ നിന്ന് വീടകം കണ്ണീരിൽ കുതിർന്ന നിമിഷങ്ങൾ. ആരോ പറഞ്ഞു, അതാ അബൂബക്കർ തങ്ങൾ കണ്ണു തുറന്നു. ആകാംക്ഷയോടെ ഉമ്മുൽ ഖൈർ ഓടിയെത്തി. മോനെ കേട്ടി വിളിച്ചു. കുടിക്കാനുള്ള വെള്ളം. പക്ഷേ സിദ്ദീഖിന്റെ ചുണ്ടുകളിൽ എന്തോ മന്ത്രിക്കുന്നുണ്ട്. ആകാംക്ഷയോടെ ഉമ്മുൽ ഖൈർ കാത് ചേർത്ത് വെച്ചു. ഒരു നിമിഷം അവർ സ്തബ്ധയായി പോയി. എന്റെ ഹബീബ്, എന്റെ ഹബീബ്, ഇത് ആവർത്തിച്ചുകൊണ്ടിരുന്നു. ഇല്ല, എനിക്കറിയില്ല മോനെ. ഉമ്മ ജമീലയോട് ചോദിച്ചു നോക്കൂ. മകന്റെ ശാഠ്യത്തിന് മുമ്പിൽ ആ ഉമ്മാക്ക് വഴങ്ങേണ്ടി വന്നു. ഉമ്മുൽ ഖൈർ ഉമ്മു ജമീലിന്റെ വീട്ടിലേക്ക് ഓടി. വിവരമറിഞ്ഞ് രംഗം കണ്ട ഉമ്മു ജമീൽ പൊട്ടി കരഞ്ഞു. എന്റെ ഹബീബ്, എന്റെ ഹബീബ് എവിടെയാണ്? അവർ പറഞ്ഞു, ഇല്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. അദ്ദേഹം ദാറുൽ അർഖമിൽ സുരക്ഷിതനാണ്. വികാരം അണ്ണപ്പൊട്ടിയൊഴുകി. സിദ്ദീഖിന്റെ മറുവാക്ക് കേട്ട മക്കാ മണ്ണ് പോലും തരിച്ചു പോയി. എന്തായിരുന്നു അത്? അരുതുമ്മ പ്രിയം തന്ന നസീബിന്റെ സവിധത്തിൽ അണയും മുമ്പെനിക്കൊരു തുള്ളി നീർ പോലും. എനിക്കുള്ള അതിരറ്റ ദാഹം എൻ ഹബീബോട പ്രിയം തന്നെന്ന വീടത്തോടെന്നെ അണയ്ക്കൂ. നബിയേ, ഉമ്മ
എന്റെ ഉമ്മാക്ക് ഹിദായത്ത് ലഭിക്കണം. പ്രവാചകന്റെ കൈകളും കണ്ണുകളും ആകാശത്തേക്ക് ഉയർത്തി അർശിന്റെ കവാടങ്ങൾ ആ വിളി കേട്ടുണർന്നു. നാദാ, നീ സിദ്ദീഖിന്റെ മാതാവിന് ഹിദായത്ത് നൽകണമേ. ഉടനെ സിദ്ദീഖിന്റെ മാതാവിന്റെ ചുണ്ടുകൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. കണ്ടുന്നവർക്ക് ആശ്ചര്യം അടക്കി പിടിക്കാനായി തക്ബീറിന്റെ മധുര മന്ത്രധ്വനികൾ വാനിലേക്ക് ഉയർന്നു. സിദ്ദീഖിന്റെ ത്യാഗത്തിന് മുമ്പിൽ ചരിത്രം മതിമറന്നു. ആ പ്രണയത്തിന് മുമ്പിൽ മുഴുവൻ ആശിക്യങ്ങളും നാദാ, അവരോടുകൂടി സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണമേ. അഹദി ബില്ലാഹി എൻ്റെ ഉമ്മാന രക്ഷയിൽ നയിക്കണേ അഖിലമീ പുണ്യ വഴിയതിൽ തഹ്ലീലലയിൽ മികവിൽ സാക്ഷിയായി ഞങ്ങളെ പാവനമേ ഭീതിയേറെ കൊടിയേന്ത് പുണ്യരെ സ്വീകരിക്കണേ റസൂലേ കരമുയർത്തണേ ഹബീബേ സ്വീകരിക്കണേ റസൂലേ കരമുയർത്തണേ ഹബീബേ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കൊച്ചു കഥാപ്രസംഗത്തിന് വിരാമം കുറിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. Code letter B. ഹലോ 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 ഹലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹൃദയരെ, ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പാകെ സമാഗതരായതിന്റെ ഉദ്ദേശം ഇസ്ലാമിക ചരിത്ര താളുകളിൽ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട ധീരയോദ്ധാവിനെ കുറിച്ച് ആവിഷ്കരിക്കാനാണ്. ഞങ്ങൾ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് സിന്ധിന്റെ പടനായകൻ. അതെ, സിന്ധിന്റെ പടനായകൻ. അഖില ചരാചര സൃഷ്ടാവിൽ നാം ഹംദോദി പാടിടാം. അഴകിൽ ത്വാഹ നബിയോരിൽ സലവാത്ത് മുരത്തിടാം. അഴകിൽ ത്വാഹ നബിയോരിൽ സലവാത്ത് മുരത്തിടാം. അറേബ്യയുടെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്തെ ശരാവത്ത് മലകളാൽ ചുറ്റപ്പെട്ട കൊച്ചു ഗ്രാമം. തേൻ കൃഷിയാലും മുന്തിരിത്തോട്ടങ്ങളാലും നിബിഡമായ ത്വായിഫിലെ ഒരു പ്രധാന പ്രഭുകുടുംബമാണ് സഖീഫ് ഗോത്രത്തിലെ ഒരു ഉയർന്ന അമവി പണ്ഡിതനാണ് കാസിം. കാസിമും തന്റെ ഭാര്യ ഹബീബയും ഏറെ സന്തോഷത്തിലാണ്. എന്തിനാണെന്നല്ലേ, വൈകാതെ അവർക്കൊരു കുഞ്ഞു പിറക്കാൻ പോകുന്നു. അങ്ങനെ അവർക്കൊരു ആൺതനി പിറന്നു. ജനിച്ചുടൻ കാസിം തന്റെ കുഞ്ഞിന്റെ കാതുകളിൽ ബാങ്ക് വിളിച്ച് താൻ മനസ്സിൽ കണ്ട ആ പേര് കാതലിച്ചരിച്ചു. എന്താണ് ആ പേര്? മനസ്സിൽ മധുരം കിനിയും അഴക് മദതും ഉടയോന്റെ റസൂലരെ നാമമത് അസർ മുല്ലവിരിന്ന മുഹമ്മദര്. ആരംഭ പൈതലിനേറെ കണ്ടില്ല അവിനെ ആ ഖൈറിൻ പൂമുഖറമ്പി തേടുന്നു തണലേ. ആയുധമേന്താനാ തിരുവിന് സമമായൊരു ഖൽക്കില്ല. ആലമിലകിലം കീർത്തി നിറഞ്ഞൊരു പേരും ഖൈറില്ല. മുഹമ്മദ്. അതെ,
നീതിയുടെയും നേതൃപഠനത്തിന്റെയും മകുടോദാഹരണമായ മുത്തനബിയുടെ പേരല്ലാതെ മറ്റെന്ത് പേരാണ് തന്റെ കുഞ്ഞു നൽകേണ്ടത്? പക്ഷേ ആ വിളി കൂടുതൽ കാലം തുടരാൻ അദ്ദേഹത്തിനായില്ല. കുഞ്ഞു ഖാസിമിന് ബുദ്ധി ഇറക്കും മുന്നേ അദ്ദേഹം നാഥനിലേക്ക് യാത്രയായി. പക്ഷെ പിതാവിന്റെ ദീർഘവിഷം തെറ്റിയില്ല. ഇത്തിരി പോന്ന പ്രായം തന്നെ ബുദ്ധിയോഗം കൊണ്ടും ആയോധനക്കലയിൽ തന്റെ മെയ്വേക്കം കൊണ്ടും കുഞ്ഞു ഖാസിം ജനങ്ങളെ അമ്പരപ്പിച്ചുകൊണ്ടേയിരുന്നു. അമവി ഭരണകാലത്ത് നാടിനെ മുഴുവൻ കിട്ടുകിടാ വിറപ്പിച്ച ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ അനന്തരവനാണ് നമ്മുടെ കഥാനായകൻ. തന്റെ കൗമാരപ്രായത്തിൽ തന്നെ പേർഷ്യയുടെ ഗവർണറാകുകയും അവിടത്തെ വിപ്ലവകാരികളെല്ലാം അടിച്ചമർത്തുകയും ചെയ്തു. പെട്ടെന്നൊരിക്കൽ മുഹമ്മദ് ബിൻ ഖാസിമിനെ ഹജ്ജാജിന്റെ ദർബാറിൽ നിന്നും ഒരു വിളി വരുന്നു. എന്തിനാണെന്നല്ലേ? ഖാസിം തങ്ങൾ സിന്താണെന്നല്ലോ, മുന്നേറ്റം ഹജ്ജാജിന് സുറൂറായല്ലോ. ദീനിന്റെ അബ്വാബ് തുറക്കപ്പെട്ടേ, ആകെയും സന്തോഷം കൊണ്ടൊളിവായല്ലോ. തോൽവി സാരി കോവർ ബഹറിൽ നിന്നും എടുക്കുന്നേ, ഔലാദ് പിൻ സോജരെല്ലാം മസ്ജൂനാക്കി എടുക്കുന്നേ. മുത്തായ ഖാസിം തങ്ങൾ സിന്താണെന്നല്ലോ, മുന്നേറ്റം ഹജ്ജാജിന് സുറൂറായല്ലോ. മുഹമ്മദ് ബിൻ ഖാസിം കൊട്ടാരത്തിലെത്തി ജിജ്ഞാസയോടെ ഹജ്ജാജിനോട് ചോദിച്ചു, അങ്ങുന്നേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ട്. സിലോണിലെ രാജാവ് മമ്മുക്കാശ് സമ്മാന കപ്പൽ സിന്ധിലെ കടൽ കൊള്ളക്കാർ കൊള്ളയടിച്ചിരിക്കുന്നു. കപ്പലിൽ സമ്മാനത്തിന് പുറമെ ശ്രീലങ്കയിൽ മരിച്ച ഭടന്മാരുടെ വിധവകളായ ഭാര്യമാരും അവരുടെ കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. അവരുടെ മേൽ കൈവക്കാൻ ഈ കള്ളക്കാഫറുകൾക്ക് എങ്ങനെ ധൈര്യം വന്നു? അതും ആമവികൾ ഭരിക്കുന്ന ഇക്കാലത്ത് ഖലീഫ സിന്ധ് ആക്രമിക്കാൻ ആജ്ഞാപിച്ചിട്ടുണ്ട്. സൈന്യാധിപനായി നീ പോകണം എന്നാണ് എന്റെ താല്പര്യം. ഉത്തരവിജയുടൻ മുഹമ്മദ് ബിൻ ഖാസിം തന്റെ സൈന്യം സിന്ധിലേക്ക് കുതിക്കുകയാണ്. അങ്ങനെ 6000-ഓളം വരുന്ന കാലാർപ്പടയും 6000-ഓളം വരുന്ന കുതിരപ്പടയും 5 വമ്പൻ കവണകളുമായി മുസ്ലിം സൈന്യം സിന്ധിന്റെ അതിർത്തിയിലെത്തിയപ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. എന്താണ് കാഴ്ച? ചെങ്കോലും കയ്യിലേന്തി പടവാളെടുക്കലായി തൗഹീദിൻ മന്ത്രമാല യുദ്ധം ശുറൂഇലായി ഉച്ചത്തിലായി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചോര കണ്ട് ഭൂമിയും തരിക്കലാ, ഉച്ച പോലെ പ്രകാശിക്കും കാസിം സിറാജരെ, ഉച്ച പോലെ പ്രകാശിക്കും കാസിം സിറാജരെ, ഉടയവന്റെ അമ്രുമായി ഭരിക്കലായി, സിന്ധു കൊല്ലും നീതിയിൽ തളിർക്കലായി. കാണാൻ സുന്ദരനും സുമുഖനുമായ യുവാവ് തലയുടെ പോടെ മാറും വിരിച്ചു പിടിച്ച വാളുമായി സൈന്യത്തിന് മുന്നിൽ നിൽക്കുന്നു. ആരാണ് യുവകേസരി? അത് മറ്റാരുമല്ല, മുഹമ്മദ് ബിൻ ഖാസിമാണ്. ആയിരക്കണക്കിന് വരുന്ന സൈന്യം തന്റെ ഒറ്റാജ്ഞക്കായി കാത്തിരിക്കുകയാണ്. എല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് തന്റെ പടവാൾ ആകാശത്തേക്ക് ഉയർത്തി അദ്ദേഹം ഉറക്കെ ആഹ്വാനം ചെയ്തു, ധീരന്മാരെ, ശത്രുപക്ഷത്ത് വലിയൊരു സൈന്യം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും തളരാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദുമായി മുന്നേറുക. ഈ യാത്രയിൽ നിങ്ങൾക്കൊപ്പം പടച്ചറപ്പുണ്ട്. ജയിച്ചാൽ ദീന്റെ യോദ്ധാവ്, മരിച്ചാൽ ദീന്റെ ഷഹീദ്. അല്ലാഹു അക്ബർ. മുസ്ലിം സൈന്യം സിന്ധിന്റെ മുഖ്യമൂലകളിലേക്ക് ഇരച്ചു കയറി നിമിഷ നേരം കൊണ്ട് യുദ്ധാന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടു. കുതിരപ്പുറത്തിരുന്നു കൊണ്ട് മുഹമ്മദ് ബിൻ ഖാസിം തന്റെ വാൾ മുന്നിൽ വരുന്ന ശത്രുക്കളെ ഇടതടവില്ലാതെ യമപുരിയിലേക്ക് അയച്ചുകൊണ്ടിരുന്നു. ഇതിനിടയിൽ തന്റെ മുഖ്യ എതിരാളിയായ ദാഹിറിനെയും അദ്ദേഹം വകവരുത്തി. അങ്ങനെ സിന്ധു മുഴുവൻ മുസ്ലിങ്ങളുടെ അധീനതയിലായി. യുദ്ധാന്തരം മുഹമ്മദ് ബിൻ ഖാസിം സിന്ധിൽ ദീനിനെ അംഗീകരിക്കുന്ന മുഴുവൻ അന്യമതസ്ഥർക്കും നികുതി നൽകി ജീവിക്കാമെന്ന് വ്യവസ്ഥ വെച്ചു. ഇതിനിടയിൽ വലീദിന് ശേഷം ഖലീഫയായി ഹജ്ജാജിന്റെ ബദ്ധവൈരിയായ സുലൈമാൻ ബിൻ അബ്ദുൽ മലിക് തെരഞ്ഞെടുക്കപ്പെട്ടു. ഹജ്ജാജിനുള്ള മുഴുവൻ ഉദ്ദേശവും അദ്ദേഹം ഹജ്ജാജിന്റെ കുടുംബത്തോട് വിട്ടു. അതോടൊപ്പം തന്നെ മുഹമ്മദ് ബിൻ ഖാസിമിനോട് സിന്ധിൽ നിന്നും മടങ്ങി വരാൻ ആവശ്യപ്പെട്ടു. ഇത് കേട്ടപാടെ സിന്ധുകാരെല്ലാം ഒരു നിമിഷം പകച്ചുപോയി. എന്ത്, നമ്മുടെ ഗവർണർ നമ്മെ വിട്ടു പോകുന്നെന്നോ? സിന്ധിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് മുഹമ്മദ് ബിൻ ഖാസിം ഇതാ വിട പറയുകയാണ്. ബഹറിന്റെ അലകളിൽ ഓളങ്ങൾക്ക് മർമരം പടപ്പാട്ട് പാടിടുന്ന കാറ്റിലേക്ക് നൊമ്പരം ആലമേലാകയും അന്ന് ദുഃഖസാഗരം സെയ്തായ ഖാസിം തങ്ങൾ വേർപാടി നൊമ്പരം.
ദമസ്കസിലെത്തിയ മുഹമ്മദ് ബിൻ ഖാസിം കണ്ടത് ശുഭിതനായ ഖലീഫയാണ്. ഖലീഫ മുഹമ്മദ് ബിൻ ഖാസിമിനെ കാരാഗ്രഹത്തിൽ അടക്കാൻ ആജ്ഞാപിച്ചു. എന്താണെന്നറിയുന്നതിന് മുമ്പ് മുഹമ്മദ് ബിൻ ഖാസിം കാരാഗ്രഹത്തിൽ അടക്കപ്പെട്ടു. ദൈനംദിനം ക്രൂരമർദ്ദനങ്ങൾക്ക് അദ്ദേഹം ഇരയായിക്കൊണ്ടേയിരുന്നു. ഒരു സുബഹി നേരത്ത് അദ്ദേഹത്തെ ഉണർത്താൻ ചെന്ന കാവൽക്കാരൻ എത്ര ഉണർത്താൻ ശ്രമിച്ചിട്ടും അദ്ദേഹം ഉണരുന്നില്ല. പുഞ്ചിരിയോടെ കയ്യിലൊരു തസ്ബീഹ് മാലയുമായി അദ്ദേഹം നാദിലേക്ക് യാത്രയായിരിക്കുന്നു. സ്നേഹിതരെ സോദരരെ നിർത്തിടുന്നിതാ സിന്ധിന്റെ മണ്ണിൽ വിജയ വഴി നാട്ടിക കഥ. ദീനിൻ പൊലിവായി നാഥൻ കനിഞ്ഞ ധീരൻ ഉലകിൻ പ്രഭയായി മുഹമ്മദ് ബിൻ ഖാസിം. സ്നേഹിതരെ സോദരരെ നിർത്തിടുന്നിതാ സിന്ധിന്റെ മണ്ണിൽ വിജയ വഴി നാട്ടിക കഥ. ഞങ്ങൾ നിർത്തുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. Next on the stage, code letter C. السلام عليكم ورحمة الله تعالى وبركاته. الحمد لله، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയ ശ്രോതാക്കളെ, സ്പെയിനിന്റെ ചരിത്ര താളുകളിൽ പ്രശോഭിതമായ ആ ധീര വനിതയുടെ ഓർമ്മകളിലൂടെയുള്ള ഒരു തീർത്ഥ പ്രയാണമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങൾ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് അധികാരികൾക്ക് മുന്നിലെ പെൺസിംഹം. അതെ, അധികാരികൾക്ക് മുന്നിലെ പെൺസിംഹം. വിശാലമായ സ്പെയിൻ നഗരം, മലകളും കുന്നുകളും മലർവാടികളും മരങ്ങളും ആ നാടിനെ മനോഹരമാക്കുന്നു. ഈ മനോഹരമായ പ്രകൃതിയോട് കൂടെ തന്നെ ഇസ്ലാമിനെ പുൽകാനുള്ള മഹാഭാഗ്യം സ്പെയിന് കരസ്ഥമായി. താരിഖ് ബിൻ സിയാദിന്റെ പടയോട്ടത്തിന്റെ ധീരകഥകൾ ആ മണ്ണിൽ നിന്നും മാഞ്ഞു തുടങ്ങുന്നതേയുള്ളൂ. പക്ഷേ ആത്മീയഹാരം മറഞ്ഞു സ്പെയിനിൻ മണ്ണിൽ നിന്നും. ആദോന്റെ നൂറ് അണഞ്ഞു മാമല നാട്ടിൽ നിന്നും. ഈമാനിന്റെ പ്രഭാവം വറ്റുന്നേ ആ നാട്ടിലിന്ന് ഫെർട്ടിനാൻഡിൻ താണ്ഡവമാടുന്നേ. ഈമാനിന്റെ പ്രഭാവം വറ്റുന്നേ ആ നാട്ടിലിന്ന് ഫെർട്ടിനാൻഡിൻ താണ്ഡവമാടുന്നേ. ഓ സ്പെയിൻ, നിനക്കിത് എന്തു പറ്റി? ഇസ്ലാമിക ഖിലാഫത്തിന്റെ ഈറ്റിലമായിരുന്നല്ലോ നീ. ഇന്ന് സ്പെയിൻ ക്രിസ്ത്യരുടെ കരാളഹസ്തങ്ങൾക്കുള്ളിൽ ഞെരുങ്ങിയിരിക്കുകയാണ്. മുസ്ലിങ്ങൾക്ക് അവരുടെ അസ്തിത്വം പോലും ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവർക്ക് അവരുടെ ചെറിയ കുടിലുകളിൽ പോലും ജീവിക്കാനുള്ള അവകാശമില്ല. ക്രിസ്ത്യരുടെ ക്രൂരകൃത്യങ്ങളിൽ മുസ്ലിം ജനത പൊരുതിമുട്ടുന്നു. ക്രൂരനായ ഫെർഡിനൻഡിന്റെ ആധിപത്യം സ്പെയിനിന്റെ ഗ്രാമാന്തരങ്ങളെ ഇടിമുഴക്കം സൃഷ്ടിക്കുന്നു. അതേ, ഇനി അവരുടെ പടിയോട്ടമാണ്. പട്ടാളക്കാർ ഓരോ വീടുകളിലും കയറിയിറങ്ങി നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നു. ഫെർഡിനൻഡിന്റെ ക്രൗര്യം ശതഗുണീഭവിക്കുന്നു. അതാ അങ്ങോട്ട് നോക്കൂ, അവിടെ ഒരു കൊച്ചുകുടിയിൽ ചെറിയൊരു പെൺ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഒരു പെൺകുഞ്ഞിന്റെ ശബ്ദവും. ആരായിരിക്കും അത്? അതെ, നമുക്കൊന്ന് പോയി നോക്കാം. നസ്ർ പടായണിയണിയായി ചേറി പാഞ്ഞു വരുന്നേ. മകരിവനി സോഫിയാന്റെ വീട്ടിൽ കയറി ചെല്ലുന്നേ. നിരനിരയത് മതമിലകിട് അണിയണിയത് പടനിരന്നിട്ട് ഇടറി കുഫുകളും. മഹദി സോഫിയാന്റെ കൈകളിൽ ചങ്ങല. സോഫിയാന്റെ കൈകളിൽ ചങ്ങല. കുടുമിക വട്ടുകൾ തട്ടുകളും തടവേറ്റ മട്ടമിലൂറ്റ ചട്ടമിൽ പടപൊരുതിടലായി. അതെ, അത് ധീരമൃത്യം വഹിച്ച ധീരജവാന്റെ ഭാര്യയായ സോഫിയയുടെ വീടാണത്. മതവികാരത്തിന്റെ കൊടുങ്കാറ്റുകൾ ആ കൊച്ചു വീട്ടിലും അടിച്ചു വീശി. എന്റെ പേരെന്താ? സോഫിയ. നീ ഏത് മതക്കാരിയാണ്? ഇസ്ലാം. അവൾ
പരുങ്ങിയ ശബ്ദത്തിൽ പറഞ്ഞു, ഇനി നിനക്ക് ഈ രാജ്യത്തിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നീ നിന്റെ മതം ഉപേക്ഷിക്കേണ്ടി വരും. ഇല്ല, എന്റെ മതത്തിൽ നിന്ന് ഒരിഞ്ച് പോലും ഞാൻ പിന്മാറില്ല. അവളുടെ ധീരമായ പ്രഖ്യാപനം കിങ്കരന്മാരുടെ ചെവികൾ തുറച്ച് ഹൃദയത്തിൽ കൊണ്ടു. ഇവൾ എത്ര ധിക്കാരിയോ, ഇവളൊരു പാഠം പഠിപ്പിച്ചു തരുന്ന കാര്യം. സൈന്യം വീണ്ടും ഫെർഡിനാൻഡിന്റെ സഞ്ചരിയിലേക്ക് കുതിക്കുകയാണ്. നുറുങ്ങുന്ന ഹൃദയത്തിൽ വിറക്കുന്ന കടാക്ഷത്തിൽ പിറുക്കുന്ന ചുണ്ടുകളിൽ സോഫിയ തേങ്ങി അതരം വിതുമ്പുന്നു, സദരം ഇറക്കുന്നു, സകലം വിറച്ചു കൊണ്ട് റബ്ബിലലിഞ്ഞു. പ്രഭു, ആ പെൺപിശാചിനെ കൊണ്ട് ഞങ്ങൾ തോറ്റു. മതപരിവർത്തനത്തിന് വേണ്ടി അവളോട് പറ്റാത്ത അടവുകളില്ല. എന്നിട്ടും അവൾ ഞങ്ങളെ നിരസിച്ചു. അവരുടെ ധിക്കാരത്തിന് മുമ്പിൽ ഞങ്ങൾ കൂടുതൽ ലിംബിയരായി പോയി. ഇത് കേട്ട് രാജാവ് രോഷാകുലനായി, ആരാവിട്ടെ കൊണ്ടുവരൂ അവളെ, എന്റെ കാരാഗ്രഹത്തിന്റെ ശിക്ഷകൾ അവളും ഒന്ന് അനുഭവിക്കട്ടെ. സൈന്യം വീണ്ടും അവരുടെ വീട്ടിലേക്ക് പോയി. നിർമ്മലമായ അവളെ ബന്ധിച്ചുകൊണ്ട് രാജാവിന്റെ തുറകളിൽ വന്ന് അടച്ചു. അവൾ അവിടെ ഇരുന്ന് വിതുമ്പുകയാണ്. എന്തിനാണെന്നല്ലേ? ജയിലിന്റെ ഉള്ളിൽ നിന്നും ജഗനോട് നീട്ടി അവർ തേടി, പരനോട് കൈകൾ കാട്ടിത്തേങ്ങി അവർ മതിയാവോളം സുജൂദിൽ വിങ്ങി. റഹ്മാനെ റബ്ബ് റഊഫേ ഇഹലോകം വാഴ്ത്തിടും കോനെ, റഹ്മാനെ റബ്ബ് റഊഫേ ഇഹലോകം വാഴ്ത്തിടും കോനെ, കൃപയാൽ കുഞ്ഞിനെ കാത്തിടണം നീ അന്നകതെ, ഏറ്റം നൂറ് നിറച്ച കിനാവിൽ ഏറ്റിടണം സ്വബറേ. ജിന്നും ജമൽ ജിബാലും കുല്ലും ജുല്ലും മഖ്ലൂഖാനല്ല, ജല്ല ജലാലേ എന്റെ സ്വാലിൻ നിന്റെ ജവാബിൽ നിറയല്ല, ജല്ല ജലാലേ എന്റെ സ്വാലിൻ നിന്റെ ജവാബിൽ നിറയല്ല. എടി സൂഫിയ, ഇത് നിന്റെ അവസാനത്തെ അവസരമാണ്. രണ്ടാലൊരു കാര്യം നിനക്ക് തീരുമാനിക്കാം. ഒന്നുകിൽ നീ നിന്റെ മതം ഉപേക്ഷിച്ച് ഞങ്ങളുടെ പ്രസ്ഥാനത്തിലേക്ക് വരിക, അല്ലെങ്കിൽ നിന്റെ പിഞ്ചോം എന്ന പൈതലിനെ തീ കുണ്ടാരത്തിലേക്ക് എറിയുക. സൈനിക നേതാവിന്റെ വീർപ്പ് മുട്ടിയ അട്ടഹാസത്തിന് മുമ്പിൽ അവൾ തകർന്നു പോയി. ഇല്ല ക്രൂരന്മാരെ, നിങ്ങളുടെ മതത്തിലേക്ക് ഞാൻ ഒരിക്കലും വരികയില്ല. അതിനുവേണ്ടി ഞാൻ എന്ത് സഹിച്ചാലും അതെനിക്ക് പൂമാലയാണ്. ഇത് കേട്ട് രാജാവ് രോഷാകുലനായി മൈതാനത്തിൽ വലിയ തീ കുണ്ടാരമുണ്ടാക്കി. കൊണ്ടുവരൂ അവളെ. അവളുടെ കൈകൾ കൊണ്ട് തന്നെ അവൾ ആ പിഞ്ചോമനെ തീ കുണ്ടാരത്തിലേക്ക് ഇടട്ടെ. ആ ഉമ്മയുടെ അതരങ്ങൾ എന്തൊക്കെയോ മന്ത്രിക്കുകയാണ്. എന്താണെന്നല്ലേ? കുഞ്ഞിക്കണ്ണും രണ്ടും പൂട്ടി കിനാവുകൾ കണ്ടുറങ്ങൂ നീ മകനെ, ജന്നാത്തുൽ ഫിർദൗസിൽ പാറി കറക്കുന്ന ഉപ്പാന്റെ സവിധത്തിൽ നീ കരളെ. ഉപ്പാന്റെ ഓർമ്മകൾ തിങ്ങി നിറയുന്ന മണ്ണിന്റെ മണമല്ലോ നിൻവദനം, ഉമ്മാന്റെ ജീവന്റെ ജീവനായി തുടിക്കുന്ന ഹൃദയത്തിൻ വരദാനം നിൻ വിനയം. പൊന്നെ കരളെ, ഇന്ന് നീ നിനക്ക് ജന്മം നൽകിയ ഉമ്മാന്റെ കരങ്ങളാൽ തന്നെ തീ കുണ്ടാരത്തിലേക്ക് എറിയപ്പെടാൻ പോവുകയാണ്. പക്ഷേ നീ ഇന്ന് പോകുന്നത് ധീരനായി മരിച്ചുപോയ നിന്റെ വന്യ പിതാവിന്റെ അടുത്തേക്കാണ്. ഉപ്പായോട് എന്റെ സലാം പറയണേ. തിങ്ങിക്കൂടിയ ആയിരങ്ങൾക്ക് മുമ്പിൽ അവളുടെ കണ്ടമിടറി, കണ്ണുകൾ നിറഞ്ഞ് ഹൃദയം പൊട്ടി. ആ കുഞ്ഞിനെ താങ്ങി പിടിച്ചിരുന്ന കൈകൾ കുയഞ്ഞു പോയി, കാലുകൾ പിറകോട്ടടിച്ചു. ആ ഉമ്മ തന്റെ പിഞ്ചോമന മലിയെ തന്റെ മാറോട് ചേർത്ത് വെച്ചു. തുരുതുരാ ഉമ്മ വെച്ചു. പൊന്നെ, നീ ധീരമായി സഞ്ചരിക്കുക. അവിടെ സ്വർഗത്തിൽ നിന്റെ പൊന്നിപ്പ നിന്നെ മാടി വിളിക്കുന്നുണ്ട്. ഇത് പറഞ്ഞു തീരുന്നേക്ക് മുമ്പ് അവളുടെ കൈകളിൽ നിന്ന് ആ കുഞ്ഞ് തീയിലേക്ക് വീണുപോയി. അവൾക്ക് സ്വബോധം നഷ്ടപ്പെട്ടു, പിറകോട്ട് വീണു. ദീനിൻ പുകളോദിയ മഹിത വനിത തൻ ചരിതമുരത്തിടലായി, തെറ്റുകൾ കുറ്റങ്ങളെല്ലാം പൊറുത്തിടാൻ സദവേ ഇറക്കുകയായി, ആരിലും തേടുകയായി. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കൊച്ചു ചരിത്ര കഥാപ്രസംഗത്തിന് വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.
Code letter D on the stage. Hello. السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. മാന്യ ശ്രോതാക്കളെ, പ്രിയപ്പെട്ട ഉസ്താദുമാരെ, ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ആഗതനായതിന്റെ ഉദ്ദേശം ഒരു കൊച്ചു കഥാപ്രസംഗം അവതരിപ്പിക്കാനാണ്. അതെ, ഞങ്ങൾ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് അറബിക്കടലിലെ ചെഞ്ചായമണിച്ച വീരനായകൻ. അതെ, അറബിക്കടലിനെ ചെഞ്ചായമണിച്ച വീരനായകൻ. ആദിയോനിൽ ഹംദ് പാടി കൈകളുയർത്തി ആദമിൽ മദദാലെ നമ്മെ ചേർത്തിടേണേ. ബിസ്മിയും സലവാത്തുകളെല്ലാം ഇമ്പമാലെ പാടി അദബിലും അത് തെളിവിലും ഞാൻ അമ്പിലാലെ വാഴ്ത്തി ഈ ചരിതം നീ കേൾക്കണേ. ധീരത മാത്രം കാട്ടിയ വീരൻ, മാതൃക മാത്രം ഏകിയ ശൂരൻ, അടിപതറാതെ എന്നും മുന്നിൽ നിന്നു മരക്കാർ. ശത്രുത മൊട്ടും തട്ടിയ നേതാ, നിത്യത മാത്രം ജീവിത പാട ഇടതടവില്ലാതെന്നും പറയാൻ വീരനായക. ദേശം പൊന്നാനി മലബാറിന്റെ മക്ക, അറബിക്കടലിലെ വിരിമാറിൽ തല താഴ്ത്തി ഉറങ്ങുന്ന തനിമയുള്ള നാട്. മഹദൂമികളിൽ നിന്നും അറബി കച്ചവടക്കാരിൽ നിന്നും കേളി കേട്ട ദേശം പൊന്നാനിക്കടുത്തുള്ള വെളിയങ്കോട്ടുകാരനാണ് നമ്മുടെ കഥാനായകൻ കുഞ്ഞിമരക്കാർ. അചഞ്ചലമായ വിശ്വാസം, ഒട്ടും കുറയാത്ത പോരാട്ട വീര്യം, ധീരതയാർന്ന പ്രതീകം. ചെറുപ്പത്തിലെ തന്നെ ഉപ്പയെ നഷ്ടമായി. അല്ലലും അലട്ടലുമില്ലാതെ ആ പൊന്നു മകനെ സ്നേഹത്തോടെ വളർത്തി. സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ശിഷ്യത്വം സ്വീകരിച്ചു. അതോടൊപ്പം ആയോധന കലയിലും കളരിയിലും മികവ് കാട്ടി. മഖ്ദൂമികളിൽ നിന്ന് പകർന്നു കിട്ടിയ ആത്മീയ വെളിച്ചവും അചഞ്ചലമായ വിശ്വാസവും ധീരതയും ആത്മവിശ്വാസവും കുഞ്ഞിമരക്കാർ ജനങ്ങൾക്കിടയിൽ പോരാട്ടത്തിന്റെയും ധീരതയുടെയും പ്രതീകമായി മാറി. അങ്ങനെ ഇരിക്കെ മികൈന്തരിൽ നിരവീര പ്രകൃതം അതുല്യ ധീരനയം എന്നും മടർന്നു കേളിസ്വരം. അന്ന് പൊന്നാനി ദേശം പാടിയ നാമം അജയ കേളി പെരുത്തൊരു സാരം വാഴ്ത്തുന്നേ അവർ പാടുന്നേ ഈ മിടുക്കരന്ന്. പൊന്നാനി നാട്ടിൽ മിടുക്ക് കാട്ടിടലായി എല്ലാ തരത്തിലും പല വിധത്തിലും അവർ മുന്നിട്ടു നിന്നിടലായി. പിശാചുക്കളായ പറങ്കികൾ മലബാറിന്റെ പല ദേശങ്ങളും കീഴടക്കി കഴിഞ്ഞു. വിവരം നാടാകെ പരന്നു. ആളുകളെല്ലാം ഭീതിയിലായി. കച്ചവടക്കാരുടെ മുതൽ സമ്പത്തുമെല്ലാം കൊള്ളയടിക്കുകയും സ്ത്രീകളെ ബലമായി പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. സ്ത്രീകളും കുട്ടികളും വീടുകളിൽ ഭയന്നിരുന്നു. കച്ചവടക്കാരിൽ പലരും കടലിൽ യാത്ര ചെയ്യാൻ ഭീതി മൂലം തയ്യാറാകുന്നില്ല. അതോടൊപ്പം അടുത്ത ദേശക്കാരായ പലരെയും പറങ്കികൾ പിടിച്ചു കൊണ്ടുപോവുകയും വധിക്കുകയും ചെയ്ത വിവരം കേട്ട നാട്ടാകെ വിറങ്ങലിച്ചു പോയി. അതേസമയം വെളിയങ്കോടിനൊരു സന്തോഷ ദിനം കൂടിയാണ്. എന്താണത്? കല്യാണ പോരിശകൾ പറഞ്ഞതിലായി മോഹങ്ങൾ പെരുമയിൽ പെരുത്തിടലായി. ചിത്തിര മുത്തൊളി പൂത്തൊരു സുദിനം കുഞ്ഞിമരക്കാർ മംഗല സുദിനം. ചിത്തമില്ലത്തൊരു മുന്തിരി നിമിഷം ആനന്ദമാല തല്ലും സുദിനമിതാ. നടങ്കു മംഗല്യത്തിൽ പുളകിതരായി ആ നേരം വൈകുന്നേരമായി തിരിയുന്നേ. പറങ്കി പിശാചുകൾ വീരം മണയുന്നേ. നാട്ടാരും വീട്ടാരും ഞെട്ടിത്തരിക്കുന്നേ. പൊന്നാനിയുടെ വളർത്തുമകൻ കുഞ്ഞിമരക്കാരന്റെ മംഗല്യ സുദിനം. ആളുകളെല്ലാം കല്യാണ വീട്ടിലാണ്. ചിരിയും കളിയും നിറഞ്ഞിരിക്കുന്നു. മണവാളൻ കുഞ്ഞിമരക്കാർ പുതിയ ആപ്പിളിൽ ചമഞ്ഞ് വധുവിനെ കാത്തിരിക്കുന്നു. സന്തോഷകരമായ നിമിഷങ്ങൾ അപ്പോഴാണ് ആകാംക്ഷാന്തരീക്ഷത്തിലേക്ക് ഇടുത്തി പോലെ ആവർത്തി വരുന്നത്. അതേ, പറങ്കികൾ പൊന്നാനി കീഴടക്കിയിരിക്കുന്നു. അവിടുത്തെ ഒരു പാവപ്പെട്ട തരുണി മണിയെ അവർ ബലാത്കാരമായി പിടിച്ചുകൊണ്ടുപോയിരിക്കുന്നു. കുഞ്ഞിമരക്കാരുടെ ചെവികളിൽ ആ വാർത്ത പ്രകമ്പനം കൊണ്ടു. ചിരകളിൽ രക്തം ഇരച്ചു കയറി. കണ്ണുകളിൽ പ്രതിരാഗ്നി ആളിക്കത്തി. എങ്ങനെയും അവളെ
രക്ഷിക്കണം. ധർമ്മയുദ്ധമാണ്. ഒന്നുകിൽ ധീരവിജയം അല്ലെങ്കിൽ വീരമരണം. മംഗലസുദിനം വകവെക്കാതെ കുഞ്ഞിമരക്കാർ തന്റെ പടവാളുമെടുത്ത് പറങ്കി കപ്പലിലേക്ക് കുതിക്കുകയായി. പോകും മുമ്പേ തന്റെ സ്നേഹനിധിയായ ഉമ്മയുടെ ആശംസ വാങ്ങി. ഉമ്മയുടെ കരൾ എങ്ങോട്ടാണ് പോകുന്നത്? ഉമ്മയുടെ കരൾ ഉമ്മയുടെ അടുത്തെത്തും. അല്ലാഹുവിന്റെ വിധി പോലെ വരുന്നു പറഞ്ഞ് തന്റെ പടവാളുമെടുത്ത് കുഞ്ഞിമരക്കാർ പറങ്കി കപ്പലിലേക്ക് കുതിക്കുകയായി. നാട്ടുകൂട്ടമാകെ നെട്ടിപ്പാട്ടിലായേ, ശത്രുക്കൂട്ടരാലെ നാടുവെട്ടിലായേ, സ്വത്ത് മൊത്തം റാഞ്ചി ആർത്തിയാലെ കൂടി ആട്ടം പാട്ടമാലെ നാടുവെട്ടിലായേ, കള്ളപ്പറങ്കെ കൊള്ള കൊണ്ടാടെ നാട് മുറിച്ച് കൊണ്ടോട്ടമായേ, കള്ള് കുടിച്ച് പെണ്ണ് പിടിച്ച് കച്ച മുറുക്കി കൊണ്ടോട്ടമായേ. പറങ്കി കപ്പൽ ഉന്മാദത്തിലാണ്. പൊന്നാനി കിഴക്ക് സന്തോഷത്തിൽ അവർ ആർത്തുല്ലസിച്ചു. കള്ളുകുടിച്ചു ഉന്മത്തരായ പറങ്കികൾക്ക് കുഞ്ഞിമരക്കാർ എന്ന ദൂര യോദ്ധാവ് കേറിപ്പറ്റി. ഇടനെഞ്ചിൽ അചഞ്ചലമായ വിശ്വാസം, വലം കയ്യിൽ ധീരതയുടെ പടവാൾ. കുഞ്ഞിമരക്കാർ തന്റെ പടവാളുമെടുത്ത് പറങ്കികൾ തല ഓരോന്നായി കൊയ്തെടുത്തു. പറങ്കികൾ കുഞ്ഞിമരക്കാരുടെ വാൾ ചുറ്റിൽ നിലം പൊത്തി വീണു. അറബിക്കടലിൽ രൂക്ഷിതമായി ശക്തമായ തിരമാലകൾക്കിടയിൽ പറങ്കി കപ്പൽ ചെഞ്ചായമണിഞ്ഞു. പൊന്നാനിയുടെ പൊന്നോമന മകളെ തിരിച്ചേൽപ്പിക്കണം. കപ്പൽ ഭയന്ന് വിറച്ച ആ തരുണിമണിയെ കുഞ്ഞിമരക്കാർ കെട്ടയച്ചു. ചെന്നായക്കൂട്ടിൽ നിന്ന് രക്ഷപ്പെട്ട മാൻപേടയെ പോലെ ആ കണ്ണുകളിൽ സന്തോഷ കണ്ണുനീർ പൊഴിഞ്ഞു. അവളെ സുരക്ഷിതയായി തന്റെ തോണിയിൽ കരയിലേക്ക് അയച്ചു. പറങ്കികൾ ഒരു പാഠം പഠിപ്പിക്കണം. കപ്പൽ അവശേഷിച്ച എല്ലാത്തിനെയും കൊന്നു തള്ളുന്നതിനിടയിലായിരുന്നു അത് സംഭവിച്ചത്. അതെ, കപ്പൽ അവശേഷിച്ച ഓരോത്തിനെയും തരിപ്പണമാക്കുന്നതിനിടയിലായിരുന്നു കപ്പലിൽ ഒളിച്ചിരുന്ന ഒരു പറങ്കി സൈനികൻ പിന്നിൽ നിന്നും ആഞ്ഞു വെട്ടിയത്. പിന്നിൽ നിന്നും വെട്ടേറ്റ ആ തീര ശൂരയോദ്ധാവ് തീര സാക്ഷിത്വം വഹിച്ചു. ചേതനയേറ്റ് വീണ ആ ശരീരത്തെ ആ ക്രൂരനായ പറങ്കി സൈനികൻ തുണ്ടം തുണ്ടമാക്കി കടലിലേക്ക് എറിഞ്ഞു. എല്ലാത്തിനും മൂകസാക്ഷിയായ അറബിക്കടൽ ആ ഷഹീദിന്റെ ശരീരഭാഗങ്ങൾ ഏറ്റുവാങ്ങി. അണിഞ്ഞൊരുങ്ങി മാരനെ കാത്തിരുന്ന കല്യാണ വീട് ചിന്ന ഭിന്നമായ മാരനെ വരവേറ്റു. സ്നേഹിതരെ സ്നേഹനിലാവെ ദിശയുടെ മറവിൽ നിറയുകയായി, ഈ കുഞ്ഞിമരക്കാറിൻ്റെ ചരിതം ഇവിടെ തീരുകയായി. കണ്ണിറയെ വിജയം കണ്ട സേനാധിപനും മറയുകയായി, ഈ മുന്നിമരക്കാറിൻ്റെ ചരിതം ഇവിടെ തീരുകയായി, ചരിതം ഇവിടെ തീരുകയായി. മംഗലസുദിനം നാടിനു വേണ്ടി സമർപ്പിച്ച ആ ധീര ശൂര യോദ്ധാവിന്റെ കഥന കഥ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്തതായി വേദി ഒന്നിൽ വിദായ വിഭാഗം ഗ്രൂപ്പ് സോങ് മത്സരം നടക്കാനിരിക്കുന്നു. എല്ലാ മത്സരാർത്ഥികളും എത്രയും പെട്ടെന്ന് വേദി ഒന്നിൽ എത്തിച്ചേരേണ്ടതാണ്. ശ്രദ്ധിക്കുക. വേദി ഒന്നിൽ ബിദായ വിഭാഗം ഗ്രൂപ്പ് സോങ് മത്സരവും, വേദി രണ്ടിൽ ഊല വിഭാഗം തക്കല്ലം അറബി മത്സരവും, വേദി മൂന്നിൽ ആലിയ വിഭാഗം പൊളിറ്റിക്കൽ സറ്റയർ മത്സരവും,